വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞടുത്ത മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ഇന്ന് വൈകുന്നേരം 7 മണിയോടെ അതിരപ്പള്ളി ഡിവിഷനിൽ 17-ാം ബ്ലോക്കിലായിരുന്നു സംഭവം. അതിരപ്പള്ളിയിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് വന്ന ബസ്സിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട്. ആനന്ദ, നിലവിലെ സ്ഥിതിഗതികൾ എന്താണ്? വിഷ്ണു, ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പിടികൂടി മയക്കുവെടി വെച്ച് ചികിത്സിച്ച് തിരികെ കാട്ടിലേക്ക് വിട്ടിരുന്നു. ഏതാണ്ട് 1-2 ആഴ്ചയോളം തന്നെ വനംവകുപ്പും കൃത്യമായി ആനയെ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിൽ നിന്ന് ഈ ആനയുടെ മസ്തകത്തിലെ മുറിവ് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഈ മുറിവ് കൂടുതൽ അത്തരത്തിൽ മുൻപത്തേതുപോലെ സമാനമായ രീതിയിൽ തന്നെ മുറിവ് ഗുരുതരാവസ്ഥയിലാണെന്നും കാണാൻ സാധിച്ചിരുന്നു. എന്നാലും ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ ആന പാഞ്ഞടുത്തിരിക്കുകയാണ്. വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് സംഭവം. കാലടി പ്ലാന്റേഷനിൽ ഈ അതിരപ്പള്ളി 17-ാം ബ്ലോക്കിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ഈ ഡ്രൈവർ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ബസ് ഓടിച്ചു കയറ്റിയത് മൂലമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഈ കാട്ടാനയെ മസ്തകത്തിലെ പരിക്കേറ്റ് ചികിത്സിച്ചെങ്കിലും മുറിവ് ഭേദമാവാത്തതിനാൽ കാട്ടാന പൊതുവെ ആക്രമണ സ്വഭാവത്തിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിഷ്ണു, ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.